we are going to discuss the 8th unit, Reporting News. This chapter is all about news, types of news, different elements of news, structure of a news story, news sources, and so on. What is news? വാർത്ത എന്നാൽ എന്ത്? ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികൾ മീറ്റ് ചെയ്യുമ്പോൾ സാധാരണ എന്താണ് ചോദിക്കുക? എന്താണ് വിശേഷം എന്ന് ചോദിക്കും, അല്ലേ? ഈ വിശേഷം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ്, അതാണ് നമ്മൾ വിശേഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? ഹായ്, ഹൗ ആർ യു, വാട്ട് ന്യൂസ് എന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ ന്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? നാം ഓരോരുത്തരും അടങ്ങുന്ന സമൂഹത്തിൽ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളുടെ വസ്തുതാപരമായ അവതരണമാണ് ന്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വളരെ ലളിതമായി പറയാം. It is the factual report or presentation of an event. Let's find out some definition of news. North, east, west, south. What comes from there makes news. നോക്കൂ, ഇവിടെ നമുക്ക് ന്യൂസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം, അല്ലേ? ഇതിലെ 4 അക്ഷരങ്ങളും 4 ദിശകളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് N stands for north, E for east, W for west and S for south. അപ്പോൾ ന്യൂസിന്റെ ഒരു നിർവചനം എന്താണ്? ഈ 4 ദിശകളിൽ നിന്നും വരുന്ന വിവരങ്ങളാണ് ന്യൂസ് എന്നാണ് പറയുന്നത്. Next is news is anything you didn't know yesterday. അതായത് ഇന്നലെ വരെ അറിയാതിരുന്ന കാര്യങ്ങളാണ് ന്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം എന്താണ്? ഹിസ്റ്ററി. ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ്റ്ററി, അല്ലേ? അത് ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നടക്കുന്നതാണ് എന്ത്? വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ വരെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് വാർത്തയാകുന്നത്. വാട്ട് ഈസ് ന്യൂ ഇസ് ന്യൂസ്. ന്യൂ എന്ന വാക്കിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ആ വാക്ക് ന്യൂസിലുമുണ്ട്. അപ്പോൾ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ന്യൂ ഇസ് ന്യൂസ്. അതായത് പുതുമയുള്ളത് എന്താണോ അതാണ് വാർത്ത. പുതിയത് എന്താണോ അതാണ് വാർത്ത. ന്യൂസ് ഇസ് സംതിങ് റിവീൽഡ്. വെളിപ്പെടുത്തലുകളാണ് വാർത്തകൾ. മറച്ചു വെച്ചതായ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതെന്താണ്? വാർത്തയാണ്. ന്യൂസ് ഇസ് സംതിങ് വിച്ച് സംബഡി വാണ്ട്സ് സപ്രസ്ഡ്. അതായത് മൂടിവെക്കാൻ, പലരും മൂടിവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് വാർത്തകൾ. Then next one is an interesting definition. When dog bites man, it is not news. When man bites dog, it is news. എന്ന് വെച്ചാൽ എന്താണ്? ഒരു നായ മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല, മറിച്ച് മനുഷ്യൻ നായയെ കടിച്ചാൽ അത് വാർത്തയാണ്. ഇതിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം അത് സംഭവിക്കുമ്പോൾ എന്താണ്? വാർത്തയാകുന്നു എന്നാണ് അർത്ഥം. അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായാൽ അത് വാർത്തയാവുന്നു എന്നർത്ഥം, കേട്ടോ? ഈ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉയർന്നേക്കാം. അതായത് ചില ആളുകളെ നായ കടിച്ചാൽ അത് വാർത്തയാകാറുണ്ട്, അല്ലേ? സമൂഹത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, സെലിബ്രിറ്റീസ്, അവരെയെല്ലാം നായ കടിച്ചാൽ എന്താവും? അത് വാർത്തയാകും, അല്ലേ? അത് മറ്റൊരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും വാർത്തയ്ക്ക് വിഷയമാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഇവിടെ when dog bites man it is not news, when man bites dog it is news. അതായത് ഒരു നായ മനുഷ്യനെ കടിക്കുക എന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ നായയെ കടിക്കുന്നത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അല്ല, അല്ലേ? അത്ര സാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് അത് പലപ്പോഴും വാർത്തയാകുന്നത് അത്തരം സംഭവങ്ങൾ. ന്യൂസ് ഇസ് എനി ഇവന്റ്, ഐഡിയ ഓർ ഒപ്പീനിയൻ ദാറ്റ് ഇസ് ടൈംലി, ദാറ്റ് ഇൻട്രസ്റ്റ് or affects a large number of people in a community and that is capable of being understood by them.
ഇപ്പം ന്യൂസ് എന്ന് പറയുന്നത് ഒരു സംഭവമോ ഒരു ആശയമോ ഒരു അഭിപ്രായമോ ആകാം. അത് എങ്ങനെയുള്ളതായിരിക്കണം? അത് ടൈംലി ആണ്, കാലിക പ്രസക്തിയുള്ളതാവണം. അതുപോലെ തന്നെ ഒരുപാട് സമൂഹത്തിലെ ഒരുപാട് വ്യക്തികൾക്ക് താല്പര്യജനകവും അതുപോലെ തന്നെ ഒത്തിരി ആളുകളെ സ്വാധീനിക്കുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ബാധിക്കുന്നതുമായിട്ടുള്ള കാര്യമാകണം. അത്തരം ഒരു കാര്യത്തെയാണ് നാം വാർത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ന്യൂസ് വാല്യൂസ്. വാർത്താ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പത്രസ്ഥാപനത്തിൽ ലഭിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എല്ലാ വാർത്തകളും പ്രസിദ്ധീകരിക്കാറില്ല. പ്രസിദ്ധീകരണ യോഗ്യമായവയെ മാത്രമാണ് തിരഞ്ഞെടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വാർത്ത പ്രസിദ്ധീകരണ യോഗ്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത്? ഈ പ്രസിദ്ധീകരണ യോഗ്യമാണോ അല്ലയോ എന്നത് ചില ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് കണ്ടെത്തുന്നത്. ആ ഘടകങ്ങളാണ് ന്യൂസ് വാല്യൂസ് അഥവാ വാർത്താ മൂല്യം എന്ന് അറിയപ്പെടുന്നത്. That is, news is selected on the basis of newsworthiness, and this newsworthiness is determined by certain factors known as news values. So news is selected on the basis of news values. Okay, and let's look at the news values. Proximity, prominence, timeliness, conflict, disaster, impact, human interest, money, novelty, sex, etc. are some of the news values. Proximity. Proximity എന്നാൽ എന്താണ്? സാമീപ്യം എന്നതാണ് പ്രോക്സിമിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. It is the nearness of an event. The nearer the event, the more will be the news value. There are social, cultural and emotional proximity that determines the newsworthiness of news. വായനക്കാർക്ക് അടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് വായനക്കാർ എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. നാം വായനക്കാർ കൂടുതലും പ്രാധാന്യം നൽകുന്നത് എങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ്? നമ്മുടെ ലൊക്കാലിറ്റിയിൽ അഥവാ നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾക്കാണ് ദൂരെ നടക്കുന്ന സംഭവങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നാം കൽപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ ദൂരെ നടക്കുന്ന സംഭവങ്ങളാണെങ്കിലും നമുക്കറിയാവുന്നവർ അല്ലെങ്കിൽ മലയാളികൾ ആരെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്കാരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അടുത്ത് നടക്കുന്ന സംഭവങ്ങൾക്കാണ് ദൂരെ നടക്കുന്ന സംഭവങ്ങളെക്കാൾ വായനക്കാർ കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, പാലക്കാട് എഡീഷനിൽ എപ്പോഴും പാലക്കാട് നിന്നുള്ള വാർത്തകൾ കൂടുതലും പ്രസിദ്ധീകരിച്ച് കാണാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും അവിടെ നടക്കുന്ന തങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ ആ സംഭവങ്ങൾ അറിയാനാണ് കൂടുതലും താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾക്ക് വാർത്താ മൂല്യം ഉണ്ട്. ഇവിടെ നോക്കൂ, നമുക്ക് രണ്ട് വാർത്തകൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഒന്ന്, വിച്ച് ഗ്രൂപ്പ്സ് ആർ സ്റ്റിൽ ഡൈയിങ് ഓഫ് കോവിഡ് ഇൻ ദ US. അതായത് ഏത് ഏജ് ഗ്രൂപ്പിൽ പെടുന്നവരാണ് US-ൽ കോവിഡ് മൂലം കൂടുതലായും മരിക്കുന്നത്. രണ്ടാമത്തേത്, പാലക്കാട് 1355 പേർക്ക് കോവിഡ്, പോസിറ്റിവിറ്റി 15.77%. ഇതിൽ ഏത് വാർത്തയാണ് നമ്മൾ കൂടുതൽ വായിക്കാൻ താല്പര്യപ്പെടുന്നത്? തീർച്ചയായിട്ടും പാലക്കാട് ഉള്ള വാർത്തയാണ്, അല്ലേ? അപ്പൊ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ വാർത്തയ്ക്ക് തന്നെയാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പത്രങ്ങളും പ്രസിദ്ധീകരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോക്സിമിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രോമിനൻസ്. പ്രോമിനൻസ് അഥവാ പ്രാമുഖ്യം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഇസ് another news value. Well-known persons, places and things always make news. പ്രശസ്തരായ വ്യക്തികളും സ്ഥലങ്ങളും സാധനങ്ങളും എല്ലാം എപ്പോഴും എന്താണ്? വാർത്തയ്ക്ക് വിഷയമാകാറുണ്ട്. Ordinary activities can become news if prominent persons are involved. സാധാരണ സംഭവങ്ങളിൽ ഇപ്പോൾ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി ഉൾപ്പെടുന്നുവെങ്കിൽ അത് വാർത്തയാകുന്നു എന്നർത്ഥം.
ആ വ്യക്തി പ്രശസ്തനായതുകൊണ്ട് മാത്രമാണ് സാധാരണ ഒരു സംഭവമായിട്ട് പോലും അത് വാർത്തയാകുന്നത്. Events like birth, death, marriage and divorce of celebrities become news. പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ മരിക്കുമ്പോഴും അവരുടെ വിവാഹം, അവരുടെ ഡിവോഴ്സ്, ഇതെല്ലാം എന്താണ്, വാർത്തയാവാറുണ്ട്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കൂ. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഡിവോഴ്സ് ആഫ്റ്റർ 27 years of marriage. ബിൽ ഗേറ്റ്സും ഭാര്യയും 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം വേർപിരിയുന്നു എന്ന വാർത്ത നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. ആയിരക്കണക്കിന് ഡിവോഴ്സുകളാണ് ഒരു ദിവസം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, അല്ലേ? പക്ഷെ അതൊന്നും വാർത്തയാവാറില്ല. ബിൽ ഗേറ്റ്സ് ഒരു പ്രശസ്തനായ വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഇത് വാർത്തയാവുന്നത്, ഇത്രയും വാർത്താ പ്രാധാന്യം ഇതിന് ലഭിച്ചത്. ഇനി ഇവിടെ ഒരു വാർത്ത, ഇതും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്. Prime Minister Narendra Modi using a plastic bag to pick up trash while plogging on a Tamil Nadu beach. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രഭാത സവാരിക്കിടയിൽ വേസ്റ്റ് പെറുക്കിയെടുക്കുന്നതിന്റെ ഒരു വാർത്തയാണ് ഇത്. ഞാനോ നിങ്ങളോ ഇത്തരത്തിലൊരു കാര്യം ചെയ്താൽ അത് വാർത്തയാകില്ല, മറിച്ച് പ്രശസ്തനായ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം വാർത്തയാവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രോമിനൻസ് എന്താണ് എന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രശസ്തരായ വ്യക്തികൾ എപ്പോഴും വാർത്തയ്ക്ക് വിഷയമാകുന്നു എന്നർത്ഥം. If important persons are involved in ordinary activities, it becomes news. Then next is timeliness. News should always be fresh and hot. An event that happened 1 hour ago has more news value than something that happened 2 days ago. അതായത് കാലിക പ്രസക്തിയുള്ളവയാണ് വാർത്തകൾ എന്ന് പറയുന്നത്. അതായത് ന്യൂസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വാർത്തയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി ഫ്രഷ് ആൻഡ് ഹോട്ട്. അത് പുതുമയോടും ഉള്ളതും ചൂടുള്ളതുമായിരിക്കണം വാർത്തകൾ. അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതലുള്ളത്. 1 മണിക്കൂർ മുൻപ് സംഭവിച്ച കാര്യത്തിനാണ് 2 ദിവസം മുൻപ് സംഭവിച്ച കാര്യത്തേക്കാൾ വാർത്താമൂല്യം ഉള്ളത്. Then conflict, സംഘർഷം. Both physical and ideological conflicts make news. Disputes between 2 persons, strike by college students, international conflicts like war, conflict of opinion, etc. are news of interest to the readers. സംഘർഷങ്ങളും എപ്പോഴും വാർത്തയാകാറുണ്ട്. സമരങ്ങൾ, ആശയപരമായ തർക്കങ്ങൾ, 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം, മതപരമായ കലാപങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള സംഘർഷങ്ങളും വാർത്താമൂല്യം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ, ഗാസയിൽ 6 മരണം കൂടി. അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റും ആവാം. 2 വീട്ടുകാർ തമ്മിലുള്ള അതിർത്തി തർക്കം മുതൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വരെ കോൺഫ്ലിക്റ്റ് അഥവാ സംഘർഷത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം എപ്പോഴും വാർത്തയ്ക്ക് വിഷയമാകുന്ന കാര്യമാണ്. ദെൻ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളാണ്. Both natural and man-made disasters form news. Flood, landslide, earthquake, road accidents, air crash all make news. If the people affected are larger, the greater the news value. അതായത് ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ, it can be natural or man-made. Flood, landslide, earthquake, etc. are examples for natural catastrophe, and road accidents, air crash, etc. are man-made disasters. അപ്പോൾ ദുരന്തങ്ങൾ വാർത്താമൂല്യം നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി, ഭൂകമ്പം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളും കീടനാശിനികളുടെ അമിതമായ ഉപയോഗം, തീവ്രവാദി ആക്രമണം തുടങ്ങിയ മനുഷ്യ നിർമ്മിത ദുരന്തവും വാർത്തകളിൽ സ്ഥാനം പിടിക്കാറുണ്ട്. ദുരന്തങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വ്യാപ്തി അനുസരിച്ച് അതിൻ്റെ വാർത്താമൂല്യവും കൂടുതലാണ്. ചമോലി ദുരന്തം, മഞ്ഞുമലയിടിഞ്ഞ്, ഇതൊരു നാച്ചുറൽ കറ്റാസ്ട്രോഫിക്കൽ എക്സാമ്പിൾ ആണ്. ആ സമയം ഇവിടെ നോക്കൂ, അനധികൃത പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി, ഒരു മരണം. ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്.
അപ്പോൾ ഡിസാസ്റ്റേഴ്സ് ഓൾവേസ് മേക്ക് ന്യൂസ്. ദെൻ ഇമ്പാക്ട് ഓർ കോൺസിക്വൻസ്. A story which affects a large number of people will have larger news value. അതായത് കൂടുതൽ പേരെ ബാധിക്കുന്ന വാർത്തകളാണെന്നുണ്ടെങ്കിൽ അതിന് വാർത്താമൂല്യം കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് 2 സ്റ്റോറികൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്തയും മറ്റേത് സംസ്ഥാനത്ത് ഇന്ന് 28,447 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ വാർത്താമൂല്യം കൂടുതലുള്ളത് ഏതിനായിരിക്കും? ഈ വാർത്തയ്ക്ക് തന്നെയാണ്. ഇത് പ്രാധാന്യം കുറഞ്ഞ വാർത്ത എന്നല്ല അർത്ഥം, മറിച്ച് കൂടുതൽ ആളുകളെ ബാധിക്കുന്ന വാർത്ത എന്ന രീതിയിൽ ഇതിനാണ് വാർത്താമൂല്യം കൂടുതൽ. അപ്പോൾ കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന് വാർത്താമൂല്യം കൂടുതലായിരിക്കും. Then human interest. These are news stories appeal to human emotions. They are stories about achievements, challenges, failures, adventures and so on. They are soft news or feature style stories. മനുഷ്യ താല്പര്യം, അതാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യ വികാരങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സ്റ്റോറികളാണ്. നേട്ടങ്ങളെക്കുറിച്ചും വെല്ലുവിളികൾ, തോൽവികൾ, സാഹസികത, അങ്ങനെ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറികളായിരിക്കും ഇത്. ഇത് കൂടുതലും സോഫ്റ്റ് ന്യൂസ് അഥവാ ഫീച്ചർ ശൈലിയിലുള്ള സ്റ്റോറികളാണ്. സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഇൻഫോർമേറ്റീവ് അല്ല, മറിച്ച് നമുക്ക് വായിച്ച് രസിക്കാവുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മുടെ വികാരത്തെ തൊട്ടുണർത്തുന്നതോ ആയിട്ടുള്ള സ്റ്റോറികളെയാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാനുണ്ട്. മരണത്തിന് കീഴടങ്ങുന്ന അമ്മയ്ക്ക് വേണ്ടി പാട്ടുപാടി മകൻ. അപ്പൊ ഇത്തരം സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് അല്ല, മറിച്ച് നമ്മുടെ ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോറിയെയാണ് നമ്മൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇറ്റ് അപ്പീൽസ് മോർ ടു ഹ്യൂമൻ ഇമോഷൻസ്. വികാരങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സ്റ്റോറികളാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്. Then money. Any matter related to money make news. Price hikes, budgets, economic crisis find place in newspaper. ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വാർത്താമൂല്യം നിർണയിക്കുന്ന ഘടകമാണ്. ഇന്ധന വില വർധന, അവശ്യ സാധനങ്ങളുടെ വില വർധന, കേന്ദ്ര സംസ്ഥാന ബജറ്റ്, അഴിമതി തുടങ്ങിയവയെല്ലാം വാർത്തയ്ക്ക് വിഷയമാകും. കുഴൽപ്പണക്കേസ് ED ഏറ്റെടുക്കും. ഇത്തരത്തിൽ പൈസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴും എന്താവാറുണ്ട്? വാർത്തയിൽ സ്ഥാനം പിടിക്കാറുണ്ട്. ദെൻ നോവൽറ്റി. നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ എന്നാണ് അർത്ഥം. പുതിയത്, പുതുമ. Unusual events, ideas, actions or statements are newsworthy. പുതുമയുള്ളതും അസാധാരണവുമായ സംഭവങ്ങളാണ് നോവൽറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ ആശയങ്ങളും അസാധാരണ സംഭവങ്ങളും ആളുകളുടെ താല്പര്യത്തെ തൊട്ടുണർത്താൻ കഴിയുന്നവയാണ്. ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ചൈന ഡെവലപ്സ് ആർട്ടിഫിഷ്യൽ ഹാർട്ട് വിത്ത് റോക്കറ്റ് ടെക്നോളജി. റോക്കറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ചൈനക്കാർ കൃത്രിമ ഹൃദയം വികസിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സാധാരണയായിട്ട് കേൾക്കാത്ത അസാധാരണമായിട്ടുള്ള കാര്യങ്ങളോ അതുപോലെ തന്നെ ആശയങ്ങളോ സംഭവങ്ങളോ ഒക്കെ തന്നെ വാർത്തയ്ക്ക് വിഷയമാകുന്നു. Then sex. It may range from front page sensational news to gossips about celebrities in different fields of the society. വാർത്താമൂല്യം നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സെക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ട് പേജിൽ ഇടം പിടിക്കാവുന്ന തരത്തിലുള്ള വലിയ സെൻസേഷണൽ സെക്സ് സ്റ്റോറീസ് മുതൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായ ആളുകളെ കുറിച്ചുള്ള കിംവദന്തി അഥവാ ഗോസിപ്പുകൾ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നവയാണ്.